ഹായ് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കയ്യിലൊരു കിടിലൻ ബിസിനസ് ഐഡിയ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതുമായി മുന്നോട്ടു പോകുമ്പോൾ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തെ തീരുമാനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ സ്വപ്ന സംരംഭത്തിന്റെ അടിത്തറവാകുന്ന കാര്യമാണ്. എല്ലാവർക്കും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാകുമല്ലേ, മനസ്സിലൊരു കിടിലൻ ബിസിനസ് ആശയം മിന്നിമറയുന്നത്. ആ ഒരു നിമിഷം, ആ ഒരു ആവേശം, ഹോ, ലോകം മാറ്റിമറിക്കാൻ സാധ്യതയുള്ള എന്തോന്ന് നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളൊരു തോന്നലില്ലേ? അവിടെ നിന്നാണ് ശരിക്കും ഏതൊരു വലിയ സംരംഭകന്റെയും യാത്ര തുടങ്ങുന്നത്. പക്ഷേ പലരും വിചാരിക്കുന്നത് പോലെയല്ല നിങ്ങളുടെ ആദ്യത്തെ ഏറ്റവും വലിയ തീരുമാനം എന്താണ് വിൽക്കേണ്ടത് എന്നുള്ളതല്ല, മറിച്ച് ആ ബിസിനസ് എങ്ങനെയാണ് കെട്ടിപ്പടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇതാണ് ശരിക്കും നിങ്ങളുടെ സംരംഭത്തിന്റെ ആണിക്കല്ല്, നിങ്ങളുടെ യാത്രയിലെ ആദ്യത്തെ നാഴികക്കല്ല്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും സാധാരണയായി ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒറ്റയാൾ പോരാട്ടം, അതായത് ദ വൺ മാൻ ഷോ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ സിമ്പിളാണ് സംഭവം. ഒരൊറ്റ ആള്, അയാൾ തന്നെയാണ് ബിസിനസിന്റെ ഉടമ, മാനേജർ, എല്ലാം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ ബിസിനസ്സും രണ്ടല്ല, ഒന്നാണ്. നിയമപരമായിട്ട് പോലും ആ ബിസിനസിന്റെ എല്ലാം നിങ്ങൾ മാത്രമാണ്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. ഒരു വശത്ത് നോക്കിയാൽ നിങ്ങൾ തന്നെയാണ് ബോസ്, എല്ലാ തീരുമാനങ്ങളും നിങ്ങളുടേത്, കിട്ടുന്ന ലാഭം മുഴുവൻ നിങ്ങളുടെ പോക്കറ്റിലേക്ക്. ആഹാ, എന്ത് രസം അല്ലേ? പക്ഷേ മറുവശത്ത് ഒരു വലിയ അപകടം പതിയിരിപ്പുണ്ട്. അതാണ് പരിധിയില്ലാത്ത ബാധ്യത. സിമ്പിളായി പറഞ്ഞാൽ, ബിസിനസ്സിന് എന്തെങ്കിലും കടം വന്നാൽ അത് വീട്ടാൻ നിങ്ങളുടെ പേഴ്സണൽ സ്വത്തുക്കൾ, അതായത് നിങ്ങളുടെ കാറോ വീടോ വരെ വിൽക്കേണ്ടി വന്നേക്കാം. സോ റിസ്ക്കും നിങ്ങളുടേതാണ്, റിവാർഡും നിങ്ങളുടേതാണ്. പക്ഷേ എല്ലാ ബിസിനസ്സും ഇങ്ങനെ ഒറ്റയ്ക്ക് തുടങ്ങുന്ന ഒന്നാണോ? ചില ബിസിനസ്സുകളൊക്കെ ഒരു കുടുംബ പാരമ്പര്യം പോലെ തലമുറകളായി കൈമാറി വരുന്നതല്ലേ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ നമുക്ക് ആ ഒരു പ്രത്യേക മോഡലിലേക്ക് വരാം. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ഇത് വെറുമൊരു ബിസിനസ് ഘടനയല്ല, നമ്മുടെ സംസ്കാരവും പാരമ്പര്യവുമായി ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണ്. അതെ, ഹിന്ദു നിയമപ്രകാരം നിയന്ത്രിക്കപ്പെടുന്ന, ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത ഒരു പൈതൃക ബിസിനസ് രൂപം. ഇവിടെ ഒരു എഗ്രിമെന്റിന്റെയോ രജിസ്ട്രേഷന്റെയോ ഒന്നും ആവശ്യമില്ല. പാരമ്പര്യമായി കിട്ടിയ സ്വത്തുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഒരുമിച്ച് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടി ഓട്ടോമാറ്റിക്കായി ഈ ബിസിനസിന്റെ ഒരംഗമായി മാറുകയാണ്. ഈ കുടുംബ ബിസിനസിന്റെ കപ്പിത്താൻ എന്ന് പറയാവുന്ന ആളാണ് കർത്ത. സാധാരണയായി കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗം ബിസിനസിന്റെ എല്ലാ പ്രധാന തീരുമാനങ്ങളും എടുക്കുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും ഇദ്ദേഹമായിരിക്കും. ബാക്കിയുള്ളവർക്ക് റോൾ ഉണ്ടെങ്കിലും ഫൈനൽ സേ കർത്താവിൻ്റേതാണ്. ഇതിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ, കർത്താവ് മരിച്ചാലും ബിസിനസ് നിന്നുപോകില്ല. അടുത്ത മുതിർന്നയാൾ ആ സ്ഥാനം ഏറ്റെടുക്കും. അതുപോലെ മറ്റു കുടുംബാംഗങ്ങളുടെ ബാധ്യത അവർക്ക് ആ സ്വത്തിലുള്ള ഓഹരിക്കനുസരിച്ച് മാത്രമായിരിക്കും. പക്ഷെ വീണ്ടും ആ പഴയ വില്ലൻ ഇവിടെയുമുണ്ട്. കർത്താവിന്റെ ബാധ്യത പരിധിയില്ലാത്തതാണ്. ആ ബിസിനസിന്റെ മുഴുവൻ ഭാരവും ആ ഒരൊറ്റ വ്യക്തിയുടെ തലയിലായിരിക്കും. ശരി, അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഫണ്ടിന്റെയും കഴിവിന്റെയും പ്രശ്നമുണ്ട്. കുടുംബ ബിസിനസ്സിലാണെങ്കിൽ കർത്താവിന് വലിയ റിസ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പണം വേണം, പലതരം കഴിവുകളുള്ള ആളുകളെ വേണം, അതേസമയം നിങ്ങളുടെ വ്യക്തിപരമായ റിസ്ക് കുറയ്ക്കുകയും വേണം. അങ്ങനൊരു സാഹചര്യത്തിൽ എന്തു ചെയ്യും? അതിനുള്ള ഉത്തരമാണ് പാർട്ട്ണർഷിപ്പ്. ഒറ്റയ്ക്ക് തുഴഞ്ഞു മടുക്കുമ്പോൾ ഒന്നിലധികം ആളുകൾ ഒരുമിച്ച് തുഴയുന്നത് പോലെ. കൂടുതൽ തലച്ചോറുകൾ, കൂടുതൽ കൈകൾ, കൂടുതൽ ശക്തി. ഒരു പാർട്ട്ണർഷിപ്പിന്റെ അടിസ്ഥാനം തന്നെ ഒരു കരാറാണ്, ഒരു എഗ്രിമെന്റ്. രണ്ടോ അതിലധികമോ ആളുകൾ ഒരുമിച്ചൊരു ബിസിനസ് ചെയ്യാനും അതിലെ ലാഭവും നഷ്ടവും പങ്കുവയ്ക്കാനും സമ്മതിക്കുന്ന ഒരു നിയമപരമായ ഉടമ്പടി. ഇന്ത്യയിൽ ഇത് 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ടീം പോലെയാണ്. അതിൽ പലതരം റോളുകളുള്ള ആളുകളുണ്ടാകും. ഉദാഹരണത്തിന് ആക്റ്റീവ് പാർട്ട്ണർ, ഇതാണ് ടീമിന്റെ ക്യാപ്റ്റൻ. പണവും മുടക്കും, കളത്തിലിറങ്ങി കളിക്കുകയും ചെയ്യും. പിന്നെ സ്ലീപ്പിംഗ് പാർട്ണറുണ്ട്. ഇയാൾ പണം മുടക്കും, പക്ഷേ കളിക്കാനിറങ്ങില്ല, സൈഡ് ബെഞ്ചിലിരിക്കും. പിന്നെ സീക്രട്ട് പാർട്ണർ, ടീമിന്റെ ഭാഗമാണ്, പക്ഷെ പുറത്താർക്കും അറിയില്ല. അവസാനമായി നോമിനൽ പാർട്ണർ, പണമൊന്നും മുടക്കില്ല, പക്ഷേ തന്റെ പേരും പ്രശസ്തിയും ടീമിനു വേണ്ടി ഉപയോഗിക്കാൻ കൊടുക്കും, ഒരു ബ്രാൻഡ് അംബാസിഡറെ പോലെ. കൂടുതൽ ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ പണവും ആശയങ്ങളും വരും, അല്ലേ? റിസ്ക് ആണെങ്കിൽ പലർക്കായി വീതിച്ചു പോകും. പക്ഷേ സൂക്ഷിക്കുക, ആ പരിധിയില്ലാത്ത ബാധ്യത എന്ന വില്ലൻ ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അതായത് ഒരു പാർട്ട്ണർ കാണിക്കുന്ന തെറ്റിന് ചിലപ്പോൾ മറ്റെല്ലാവരും ഒരുപോലെ ഉത്തരം പറയേണ്ടി വന്നേക്കാം. പോരാത്തതിന് ആളുകൾ കൂടുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടും.
അപ്പോ ഇതുവരെ നമ്മൾ സംസാരിച്ച എല്ലാ ബിസിനസ്സുകളുടെയും പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ലാഭം, അല്ലേ? പക്ഷേ എല്ലാ സംരംഭങ്ങളും ലാഭത്തിനു വേണ്ടി മാത്രമുള്ളതാണോ? സമൂഹത്തിനൊരു സേവനം ചെയ്യുക, ഒരു കൂട്ടം ആളുകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, ഇതൊക്കെ ലക്ഷ്യമാകുമ്പോഴോ? അപ്പോൾ ഏതു വഴി തിരഞ്ഞെടുക്കും? അവിടെയാണ് സഹകരണ സംഘങ്ങൾ വരുന്നത്. എല്ലാവരും എല്ലാവർക്കും വേണ്ടി എന്ന തത്വത്തിൽ പ്രവർത്തിക്കുന്ന തികച്ചും വ്യത്യസ്തമായൊരു ബിസിനസ് മോഡൽ. ഇവിടെ പ്രധാന ലക്ഷ്യം ലാഭമല്ല, സേവനമാണ്. ഒരു കൂട്ടം ആളുകൾ അവർക്ക് പൊതുവായൊരു ആവശ്യം നിറവേറ്റാൻ വേണ്ടി സ്വയം മുന്നോട്ട് വന്ന് രൂപീകരിക്കുന്ന ഒന്നാണിത്. ഇടനിലക്കാരെ ഒഴിവാക്കി അംഗങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും സേവനവും നൽകുക എന്നതാണ് ലക്ഷ്യം. നമ്മുടെ നാട്ടിലെ സഹകരണ ബാങ്കുകൾ, പാൽ സൊസൈറ്റികൾ, കൺസ്യൂമർ സ്റ്റോറുകൾ ഇവയെല്ലാം ഇതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. ഇതാണ് സഹകരണ സംഘങ്ങളുടെ ഏറ്റവും വലിയ സൗന്ദര്യവും ശക്തിയും. ഒരംഗത്തിന് ഒരു വോട്ട്. നിങ്ങൾ എത്ര ലക്ഷം രൂപ നിക്ഷേപിച്ചു എന്നതിലല്ല കാര്യം. 1 രൂപ നിക്ഷേപിച്ച ആൾക്കും 1 കോടി നിക്ഷേപിച്ച ആൾക്കും വോട്ടവകാശം ഒന്നുതന്നെ. ഇതൊരു യഥാർത്ഥ ജനാധിപത്യമാണ് ബിസിനസ് ലോകത്ത്. അപ്പോ ഇങ്ങനെ ഒരു കൂട്ടായ്മ നിയമപരമായി തുടങ്ങണമെങ്കിൽ എന്തുവേണം? ഒരേ ലക്ഷ്യമുള്ള, പ്രായപൂർത്തിയായ കുറഞ്ഞത് 10 പേരെങ്കിലും ഒരുമിച്ച് വരണം. അതാണ് നിയമം. അപ്പോ നമ്മൾ 4 വ്യത്യസ്ത വഴികൾ കണ്ടുകഴിഞ്ഞു. ഒറ്റയ്ക്ക് തുടങ്ങുന്നത് മുതൽ ഒരു വലിയ ഗ്രൂപ്പായി പ്രവർത്തിക്കുന്നതുവരെ. ഇനി നിങ്ങളുടെ ആശയത്തിന് ഏറ്റവും അനുയോജ്യമായതേതാണെന്ന് എങ്ങനെ തീരുമാനിക്കും? നമുക്കിതെല്ലാം ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. എല്ലാം ഒറ്റയടിക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് ബിസിനസ്സിൽ 100% കൺട്രോൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പോകേണ്ടത് ഏകാംഗ ഉടമസ്ഥതയുടെ വഴിക്കാണ്. പക്ഷേ ഓർക്കുക, റിസ്ക്കും 100% നിങ്ങളുടേതാണ്. എന്നാൽ നിങ്ങളുടെ പ്രധാന ലക്ഷ്യം റിസ്ക് കുറയ്ക്കുക എന്നതാണെങ്കിൽ സഹകരണ സംഘം നല്ലൊരു ഓപ്ഷനാണ്. അവിടെ നിങ്ങളുടെ ബാധ്യത പരിമിതമാണ്. പക്ഷേ നിയന്ത്രണം എല്ലാവർക്കുമായി പങ്കുവയ്ക്കേണ്ടി വരും. നിങ്ങളുടെ പ്രധാന ലക്ഷ്യം ലാഭമാണോ അതോ സേവനമാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ ചോയ്സ്. അപ്പോൾ ഇപ്പോൾ വഴികളെല്ലാം നിങ്ങളുടെ മുന്നിലുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. നിങ്ങളുടെ സ്വപ്നം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യമെന്താണ്? എത്രത്തോളം റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ നിങ്ങളുടെ വഴി തെളിയും. അപ്പോൾ നിങ്ങളുടെ ആശയം നിങ്ങളെ ഏത് വഴിയിലൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? ആലോചിക്കൂ. ശരിയായ പാത തിരഞ്ഞെടുക്കൂ. നിങ്ങളുടെ സംരംഭക യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും.